നമസ്കാരം. രാവിലെ കുറ്റിയും പറിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ചെന്ന മൗദൂദി ചാനലുകാരന്മാരുടെ തേഞ്ഞൊട്ടൽ കണ്ടപ്പോൾ മനസ്സിലൊരു വല്ലാത്ത കുളിരും ഒരു സന്തോഷവും തോന്നി. ഇന്നലകളിൽ ഈ നാട്ടിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏറ്റവും വലിയ നുണ ഫാക്ടറികളായിട്ട് പ്രവർത്തിച്ച ചാനലുകളാണ് മൗദൂദി ചാനലായിട്ടുള്ള മീഡിയ വണ്ണും, അതുപോലെ തന്നെ സംഘി ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റും, അതുപോലെ കോൺഗ്രസ് ചാനലായിട്ടുള്ള മനോരമയെല്ലാം. നുണകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്രീകരിച്ച് ജനവികാരം സൃഷ്ടിക്കാൻ വേണ്ടി ഇവർ ചെയ്ത പോലെയുള്ള നുണ വാർത്തകൾ വേറെ ആരും ചെയ്തിട്ടില്ല. എന്നിട്ട് ഞങ്ങളുടെ പൂക്കി മുക്കിയനെ കൊണ്ടുവന്നു. പൂക്കി മുക്കിയൻ എന്ന് പറഞ്ഞാൽ ചിരിക്കും, ചുണ്ട് കടിച്ച് കാണിക്കും, കണ്ണൊക്കെ പൊക്കി കാണിക്കും, എന്തൊക്കെ ബിൽഡപ്പായിരുന്നു. എന്നിട്ട് രാവിലെ കുറ്റിയും പറിച്ച് സെക്രട്ടേറിയറ്റിൽ ചെന്ന് കയറി കൊടുത്തു. എറണാകുളയിലെന്ന് പറഞ്ഞു. ഓക്കെ, സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ വിലക്ക്. വകുപ്പിൽ നിന്ന് ശുപാർശയില്ലാതെ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാൻ കഴിയില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിരുന്നു. പ്രതിപക്ഷത്തിരുന്നപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ച UDF അധികാരത്തിലെത്തിയതോടെയാണ് നിലപാട് മാറ്റിയത്. സെക്രട്ടേറിയറ്റിലെ സമര ഗേറ്റും വീണ്ടും അടച്ചു. പറയാണോ അല്ലേ? ആണോ? നേരത്തെ പോലെ കയറി പോകാൻ പറ്റില്ല ആണല്ലേ? അവിടെ അവര് തന്നെ പറയണം, വകുപ്പ് തന്നെ പറയണം. ശരി ശരി, പോവാം. കയറാൻ പറ്റില്ല ആണോ? കെ മുരളീധരൻ മിനിസ്റ്റർ പറയാണോ അല്ലേ? ആണോ? നേരത്തെ പോലെ കയറി പോകാൻ പറ്റില്ല ആണല്ലേ? അവിടെ അവര് തന്നെ പറയണം, വകുപ്പ് തന്നെ പറയണം. ശരി ശരി, പോവാം. കണ്ടല്ലോ, കെ മുരളീധരനെ കാണാൻ. കാര്യം രാവിലെ സെക്രട്ടേറിയറ്റിനകത്ത് കിടന്നൊക്കെ മെഴുകാമല്ലോ, പണ്ടത്തെ പോലെയൊക്കെ കയറി മെഴുകാമെന്നുള്ള കാര്യം. 10 വർഷത്തിനിടയിൽ അവതാരങ്ങളെ ഒന്നും സെക്രട്ടേറിയറ്റിനകത്ത് അടുപ്പിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവതാരങ്ങളെയൊക്കെ ഈ മാധ്യമ മേഖലയിലുള്ളവരെ തന്നെ പ്രസ് സെക്രട്ടറി ആക്കിയൊക്കെ വെച്ച് എല്ലാവരെയും അകത്താക്കിയിട്ട് ഇനി വേണ്ടാത്തവന്മാരെല്ലാം വെളിയിലാക്കി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആവശ്യമുള്ളതിനെയൊക്കെ നമ്മുടെ മേനോൻ മുഖ്യമന്ത്രി പൂക്കിക്കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആവശ്യമില്ലാത്തതിനെല്ലാം പൂക്കി വെളിയിലാക്കി. ഇനി മുതലാളിമാരുമായിട്ടുള്ള കച്ചവടം മതിയല്ലോ. ആ നിലയ്ക്കാണ് ഇന്നിപ്പോ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നിന്നൊക്കെ മോങ്ങലുകൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുകയാണ്. പിണറായിയെ പോലെ തന്നെ മേനോ മുഖ്യമന്ത്രി അത്രേ. പിണറായി ഒരുത്തന്നെ ചാനൽ ഫ്ലോറുകളിൽ നിരങ്ങാനോ അല്ലെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് എൻ്റെ ഒരു ബൈറ്റ് എടുക്കുമെന്നും ചോദിക്കാൻ വന്നിട്ടില്ല. മനോരമയൊക്കെ ഉൾപ്പെടെ ഉള്ളവരുടെ അടുത്ത ദിവസത്തെ മോങ്ങലാണ്. ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഇവിടെ ഉണ്ട്, പ്രതികരണം എടുക്കാൻ വരുമോ എന്ന് ചോദിച്ച് പ്രതികരണം കൊടുത്തിരുന്നവർ അധികാരം കിട്ടിയപ്പോഴത്തേക്കും ഇവരെ എല്ലാം ചവിട്ടി വെളിയിൽ കളഞ്ഞപ്പോൾ മൗദൂദി ചാനലുള്ളവരൊക്കെ ക്യാമറയെ ഓൺ ചെയ്ത് നേരെ സെക്രട്ടറിയുടെ മുന്നിൽ പോയി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് മുരളീധരനെ കാണണം, അവരെ കാണണം, ഇവരെ കാണണം എന്നൊക്കെ. അതായത് ഇവരൊക്കെ ശല്യമായി തുടങ്ങി എന്നുള്ളത്. കാര്യം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാവരെയും ചവിട്ടി, അതായത് കോൺഗ്രസ്സുകാരുടെ തനി സ്വഭാവമാണ്. കാര്യം കാണുന്നത് വരെ നമ്മൾ ആരെ വേണോ സോപ്പിട്ടും പതപ്പിച്ചൊക്കെ നിൽക്കും. കാര്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് പാലം കടക്കുവോളം രാമനാരായണ, പാലം കടന്നാൽ കൂരായണ എന്ന് പറയുന്ന പോലെ അതേ അവസ്ഥയാണ് ഇപ്പോൾ മൗദൂദികൾക്കൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ ക്യാമറയും ഓൺ ചെയ്ത് വെച്ച് അവിടെ ചെന്ന് പാവപ്പെട്ട സെക്യൂരിറ്റിക്കാർക്ക് അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ? അല്ലല്ലോ. മുകളിൽ നിന്നുള്ള ഉത്തരവ് അത് കൃത്യമായി പാലിക്കാനാണ് സെക്യൂരിറ്റികൾ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാടും തൂക്കി വരുന്ന കോലും തൂക്കി വരുന്ന ഒരുത്തനെയും ഈ പടിക്കകത്ത് കയറ്റരുതെന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ഗേറ്റുകളെല്ലാം അടച്ചിട്ട് ഇനി ആരും വരണ്ട, ഇനിയുള്ള 5 വർഷം ഞങ്ങൾ ഇവിടെ ജനങ്ങളുടെ ഒന്നുമല്ല, ഇതിനകത്ത് കിടന്ന് അങ്ങ് വിഹരിക്കാൻ പോവുകയാണ് എന്ന നിലയ്ക്ക് എല്ലാം അടച്ചുകെട്ടി കാര്യങ്ങളെല്ലാം പതിയെ സ്റ്റാർട്ടപ്പ് ആക്കി എന്നതിന്റെ തെളിവാണ്. ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ പൂക്കി മുഖ്യൻ എല്ലാത്തിനും സ്വാതന്ത്ര്യം തരും, മാധ്യമ സ്വാതന്ത്ര്യം ഉൾപ്പെടെ എല്ലാം അനുവദിച്ചു തരുമെന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് 1 മാസം തികയുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെയൊക്കെ കിടന്ന് തേയാനും മോങ്ങാനും പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്തൊരു തേഞ്ഞൊട്ടലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ.